രോഗിയായ മനുഷ്യൻ എവിടെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിക്കൽ പതിവായിരുന്നു. എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ കാണാത്തത് എന്ന് അന്വേഷിക്കും. രോഗിയാണെന്നറിഞ്ഞാൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രോഗിയായ മനുഷ്യന്റെ അരികിലേക്ക് പോകും. ബഹുമാനപ്പെട്ട അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കണ്ണിന് രോഗം വന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കണ്ണിന്റെ വേദന എങ്ങനെയുണ്ട് എന്നന്വേഷിച്ച് എന്റെ വീട്ടിലേക്ക് വന്നു ചേർന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർഖമേ, നിങ്ങളുടെ കണ്ണിന്റെ വേദന എങ്ങനെയുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി? ഇത് ഒരു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം അവസ്ഥയല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുവാൻ അങ്ങോട്ട് പോയതിന്റെ ചരിത്രമെമ്പാടും കാലമായി നമുക്ക് കാണാം. രോഗിയായ മനുഷ്യനെ സന്ദർശിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ പോകുന്ന ഒരു മനുഷ്യന്റെ അടയാളമായിട്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നത്. ആരാണ് രോഗിയെ സന്ദർശിച്ചത്? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ, ഞാൻ രോഗിയെ സന്ദർശിച്ചിട്ടാണ് വരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സ്വർഗത്തിന്റെ ഗുണങ്ങൾ ഒത്തുചേർന്ന ആൾ എന്ന വിശേഷണം ചാർത്തി കൊടുക്കുമ്പോ അതിലെ ഒരു ഭാഗം രോഗിയായ ഒരു മനുഷ്യനെ സന്ദർശിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിലൊക്കെ കിടപ്പ് രോഗികളുണ്ട്, എഴുന്നേറ്റ് വരാൻ കഴിയാത്ത, നമ്മളോട് സഹവസിക്കാൻ കഴിയാത്ത, ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് നമ്മിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത എത്രയോ മനുഷ്യരുണ്ടാവില്ലേ? ഓ പ്രിയപ്പെട്ട വിശ്വാസികളെ, അവരിലേക്ക് ചെല്ലുക എന്നുള്ളത് പുണ്യമുള്ള കർമ്മമാണ്. അവരുടെ ചാരത്തിരിക്കുക എന്നുള്ളത് പുണ്യമുള്ള കർമ്മമാണ്. മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, രോഗിയായ ഒരു മനുഷ്യനെ ഒരാൾ സന്ദർശിച്ചു. അയാളുടെ ചാരത്തിരിക്കുന്ന നേരത്തത്രയും അയാൾ സ്വർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗിയുടെ ചാരത്തിരിക്കുന്ന നേരമത്രയും സ്വർഗത്തിലായിരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രോഗമുണ്ട് എന്നറിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരെങ്കിലും രോഗികളാണ് എന്നറിഞ്ഞാൽ അവരുടെ ചാരത്തേക്ക് പോവുക, അവരെ സന്ദർശിക്കുക, സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് പ്രതീക്ഷയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുക, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയും ഇസ്ലാമിക ചിട്ടയാണ്. ആ ചിട്ടകൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. ഒരു രോഗിയുടെ ചാരത്തിരിക്കുമ്പോൾ സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കടപ്പാടുകൾ അങ്ങനെ എത്രയോ വലുതാണ്. മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കുറിക്കണം, നമ്മുടെ അരികിലൊക്കെ രോഗികൾ ഉണ്ടെങ്കിൽ സന്ദർശിക്കുക എന്നുള്ളത് നമുക്ക് സ്വർഗം കിട്ടുന്ന ഒരു അമലാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വേണം. അതോടൊപ്പം നാളെ റബ്ബിന്റെ മുമ്പിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന അമലാണ്, ചോദ്യം ചെയ്യപ്പെടാനുള്ള കർമ്മമാണ് എന്ന ചിന്തയും വേണം. ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ അവിടേക്ക് പോകണം. കാരണം മലയോളം പ്രതിഫലമുള്ള അമലാണ് മയ്യിത്തിന്റെ അനുബന്ധ കാര്യങ്ങളിലൊക്കെയും സംഗമിക്കുക എന്നുള്ളത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഇമാം ബൈഹഖി ഉദ്ധരിച്ചത് കാണാം, ഇമാം ഹാക്കിം ഉദ്ധരിച്ചത് കാണാം. ഒരാൾ ഒരു മയ്യിത്തിനെ കുളിപ്പിച്ചു. ആ മയ്യിത്തിന്റെ ന്യൂനതകളൊക്കെയും മറച്ചു വെച്ചാൽ 40 തെറ്റുകൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. മയ്യിത്ത് കുളിപ്പിക്കുന്നയാളിനുള്ള പ്രതിഫലമാണ് പറഞ്ഞത്. രണ്ടാമതോ, ഒരു മനുഷ്യന് വേണ്ടി ഒരാൾ ഖബർ കുഴിച്ചു. ഖബർ കുഴിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? അൽഹംദുലില്ലാഹ്, ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. ഖബർ കുഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രതിഫലം ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യന് വാസസ്ഥലം ഒരുക്കിയതിന്റെ പ്രതിഫലമാണ് ഖബർ കുഴിക്കുന്ന ആളിന് ലഭിക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഒരു മനുഷ്യനെ ഒരാൾ കഫൻ ചെയ്തു. അയാളുടെ മരണത്തിന്റെ വസ്ത്രങ്ങൾ 3 വസ്ത്രങ്ങൾ കൊണ്ട് അയാളെ പൊതിഞ്ഞു മൂടി ഖബറിലേക്ക് കൊണ്ടുവന്നു. ആ മനുഷ്യനെ കഫൻ പുടവ കൊണ്ട് അണിയിച്ചൊരുക്കുന്ന മനുഷ്യന് നാളെ സ്വർഗത്തിന്റെ പട്ടുകൾ അണിയിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ രോഗികളുടെ കാര്യം പറഞ്ഞതുപോലെ മയ്യിത്തുമായി ബന്ധപ്പെട്ടും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. കുളിപ്പിക്കുന്നയാളിന് കിട്ടുന്ന പ്രതിഫലം 40 തെറ്റുകൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു, അല്ലാഹു മാപ്പാക്കി കൊടുക്കുന്നു. ഖബർ കുഴിക്കുന്നവർക്ക് ഖിയാമം നാൾ വരെ ഒരു വാസസ്ഥലം ഒരുക്കിയതിന്റെ പ്രതിഫലം കൊടുക്കുന്നു. കഫൻ പുടവകൾ അണിയിച്ചു
കൊടുത്ത മനുഷ്യർക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ പട്ടുകൾ അണിയാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. ഇതൊക്കെയും നമുക്കതിലൂടെ ലഭിക്കുന്ന ഭാഗ്യങ്ങളാണ്. മരണം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നടക്കാം. അതിൽ നിന്ന് നമ്മൾ ആരും ഒഴിവാകുന്നില്ല. എപ്പോഴാണ് എന്ന് മാത്രമാണ് അറിയാത്തത്. നമ്മുടെ പള്ളിയിലെ മൂലയിലിരിക്കുന്ന സന്തൂക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ വരാനുള്ളതാണ്. അത് ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ എന്ന് മാത്രമാണ് വ്യത്യാസമുള്ളത്. അങ്ങനെ മരണം നടന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ വിശ്വാസിയായ മനുഷ്യരെ സംബന്ധിച്ച് ചില പ്രത്യേകമായ കാര്യങ്ങളില്ലേ. ഒരാളിന്റെ മരണം അറിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുക. ആ മരണസ്ഥലത്തേക്ക് ചെന്നിട്ട് മയ്യത്തിന്റെ മുഖത്ത് കിടക്കുന്ന തുണിയൊന്ന് മാറ്റി നോക്കിയിട്ട് തിരിഞ്ഞോടുക എന്നതാണോ ഇസ്ലാമിന്റെ ശൈലി? തീർച്ചയായുമല്ല. ഇന്ന് പല ആളുകളും ചെയ്യുന്നത് അങ്ങനെയാണ്. മരണ വീട്ടിലെത്തിയാൽ ജനാസയുടെ മുഖത്തുള്ള തുണിയൊന്ന് മാറ്റിയിട്ട് ജനാസയുടെ മുഖത്തേക്കൊന്ന് നോക്കും. എന്നിട്ട് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നത് കാണാം. അവിടെ പ്രധാനപ്പെട്ട കാര്യം ആ മയ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ എന്തിനാണ് ജനാസയുള്ള വീട്ടിലേക്ക് ചെന്നത്? അയാളുടെ മുഖമൊന്ന് കാണാൻ മാത്രമാണോ? തീർച്ചയായുമല്ല. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ആ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല നിങ്ങളുടെ ശഫാഅത്തായി അത് പരിഗണിക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഫാത്തിഹ അറിയാം, നമുക്കൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ് അറിയാം, നമുക്കൊക്കെ അല്ലാഹുവിനോട് നമുക്കറിയുന്ന ഭാഷയിൽ പടച്ചവനെ ഈ ജനാസയ്ക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ അറിയാം. എത്ര ആളുകൾ അത് ചെയ്യാറുണ്ട്? മരണ വീട്ടിലേക്ക് ചെന്ന് എപ്പോഴാണ് മയ്യത്തെടുക്കുന്നതെന്ന് നമ്മൾ ചോദിക്കും, എപ്പോഴാണ് കുളിപ്പിക്കാന്ന് ചോദിക്കും. പക്ഷേ ജനാസയ്ക്ക് വേണ്ടി നമുക്കറിയാവുന്ന ഭാഷയിൽ എത്ര ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് അറിയില്ലെങ്കിൽ അല്ലാഹുവേ ഈ ജനാസയ്ക്ക് പുറത്തു കൊടുക്കണേ എന്ന് നമുക്കറിയുന്ന ഭാഷയിലെങ്കിലും അല്ലാഹുവിനോട് നമുക്ക് പറയാമല്ലോ. നമ്മുടെ മുമ്പിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആ ജനാസയ്ക്ക് വേണ്ടി അതിനുപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അതിനുവേണ്ടി അത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തുക. ഇതൊരു വിമർശനമല്ല, നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠങ്ങളാണ്. പല സ്ഥലങ്ങളിലും ജനാസയുള്ള വീടുകളിലേക്ക് ചെല്ലുമ്പോ പുറത്ത് പല ആളുകളും വിവിധങ്ങളായ ചർച്ചകളിലാണ്. രാഷ്ട്രീയം, സാമൂഹികം, സാംസ്കാരികം, ലോകത്ത് നടക്കുന്ന അന്താരാഷ്ട്രം എല്ലാ ചർച്ചകളും ചിലപ്പോ മയ്യത്ത് വീടിന്റെ പുറത്തുണ്ടാകാം. ആലോചിച്ചു നോക്കൂ, എന്റെ സാന്നിധ്യം കൊണ്ട് ആ മയ്യത്തിന് അവിടെ എന്തുപകാരമാണുള്ളത്? ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നത് കൊണ്ട് ആ മയ്യത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഞാൻ പുറത്തുനിന്ന് ഗീബത്ത് പറയാം, നമീമത്ത് പറയാം, ഫിത്ന പറയാം, വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം. നേരെ മറിച്ച് അവിടെ ഇരുന്നു കൊണ്ട് യാസീൻ സൂറത്ത് കാണാതെ അറിയില്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാമല്ലോ, ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാമല്ലോ. വളരെ ഭവ്യതയോടെ അവിടെ ഇരുന്നു കൊണ്ട് ആ ജനാസയുടെ അനുബന്ധ കർമ്മങ്ങളിലൊക്കെയും പങ്കെടുക്കാമല്ലോ. ആ മയ്യത്തിനെ പിന്തുടർന്ന് പള്ളിയിലേക്ക് വരിക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, മയ്യത്ത് നിസ്കാരം, ഒരു നാട്ടിൽ ഒരാൾ മരിച്ചാൽ ആ മയ്യത്തിനു മേലെയുള്ള നിസ്കാരം ആ നാട്ടിലെ ആണുങ്ങളുടെ മേലെയുള്ള ബാധ്യതയാണ്. ആ മയ്യത്തിന് മേലെ നിസ്കരിക്കുക എന്നുള്ളത് ആ നാട്ടിലെ പുരുഷന്മാരുടെ മേലെയുള്ള ബാധ്യതയാണ്. പുരുഷനായ ഒരു കുട്ടി പോലും ഇല്ലെങ്കിൽ, ഒരു ആൺകുട്ടി പോലും ഇല്ലെങ്കിലാണ് ആ ജനാസയ്ക്ക് മേലെ നിസ്കരിക്കൽ സ്ത്രീകൾക്ക് ബാധ്യതയാകുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിലും അനാചാരങ്ങൾ കാണാൻ. സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരം തെറ്റിദ്ധാരണകൾ മൂലം നമ്മുടെ നാടുകളിലടക്കം പല സ്ഥലങ്ങളിലും അധികരിച്ചു വരുന്ന സമയമാണ്. ആരുടെ മേലാണ് ജനാസ നിസ്കാരം നിർബന്ധമുള്ളത്? ആരുടെ മേലാണ് ജനാസ നിസ്കാരം ബാധ്യതയാകുന്നത്? ആര് നിർവഹിച്ചാലാണ് അതിന്റെ ഫർള് വീടുന്നത്? ഒരു നാട്ടിൽ ഒരാൺകുട്ടിയെങ്കിലും ബാക്കിയുണ്ടായിരിക്കെ ജനാസയുടെ മേലെയുള്ള നിസ്കാരത്തിന്റെ ബാധ്യത അയാളുടെ മേലെയാണ്, അല്ലാതെ സ്ത്രീകളുടെ മേലെ അല്ല. അല്ലാഹുവും അവന്റെ റസൂലും നിയമമാക്കിയതിനനുസരിക്കാതെ ഔറത്ത് മറയ്ക്കാം ചിലപ്പോ ചില സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അന്യപുരുഷന്മാരുമായി ഇടകലരാതിരിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ തുടങ്ങി എത്രയോ വിഷയങ്ങളെ വലിച്ചെറിയുന്ന ആളുകൾ പോലും അള്ളാഹുവിന്റെ ദീന് ശറഅാക്കിയിട്ടില്ലാത്ത ഇത്തരം അനാചാരങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് ഇന്ന് നമ്മുടെ നാടുകളിലെ നിത്യമായ കാഴ്ചയാണ്. ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ മതം പരിശുദ്ധമായ ഇസ്ലാം എത്ര മനോഹരമാണ്. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങൾ എത്ര മനോഹരമാണ്. ഉമ്മയുടെ ജനാസ കൊണ്ട് കിടത്തിയിരിക്കുന്നു. സ്ത്രീകൾ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ വലിയ അശുദ്ധിക്കാരായ, ഹൈദുകാരായ, നിഫാസുകാരായ സ്ത്രീകൾ ഉണ്ടാകും. അവർക്ക് ആ മയ്യത്തിന്റെ മേലെ നിസ്കാരം പറ്റില്ല, പാടില്ല, നിർബന്ധവുമില്ല.
ആ മയ്യത്തിന്റെ മേൽ അവർക്ക് നിസ്കാരമില്ല. കാരണം അവരിപ്പോൾ ഹൈലിന്റെ അവസ്ഥയിലാണ്, നിഫാസിന്റെ അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ അവർക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഉമ്മയെ മറമാടി കഴിഞ്ഞാൽ ആ മകൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ആ സമയത്ത് നിസ്കാരം നിർബന്ധമായിരുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നേതാവായ നബി തങ്ങളുടെ മേൽ നമുക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ആ കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് നിസ്കാരം നിർബന്ധമായിരുന്നില്ല. ഇതുപോലെ ഹൈലുകാരിയായ നിഫാസുകാരിയായ ഒരു പെണ്ണിന് ചിലപ്പോ ഉമ്മ മരിക്കുന്ന നേരത്ത് നിസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യമായി കൊള്ളണമെന്നില്ല. ആ സമയത്ത് അവർക്ക് നിസ്കാരം ബാധ്യതയുമല്ല. ആലോചിച്ചു നോക്കൂ, ഉമ്മയുടെ മേലെ ജനാസ നിസ്കരിക്കാൻ ആര്? കൊച്ചുമ്മ, വല്യുമ്മ, ആ നാട്ടിലെ ആളുകളൊക്കെ. എന്റെ ഉമ്മാന്റെ മേലെ എനിക്ക് ജനാസ നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ആ മകൾക്ക് വലിയ ഹൃദയവേദന തോന്നാം. ഇനി ആ ഉമ്മയെ മറമാടിയാൽ നിസ്കരിക്കാനുള്ള ഓപ്ഷൻ തന്നെ ഇല്ല. അങ്ങനെ വരുമ്പോ ആണുങ്ങൾക്കാണെങ്കിൽ പള്ളിയിൽ വന്നിട്ട് ഖബറിന്റെ ചാരത്ത് വന്നിട്ടൊക്കെ നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. കാലാകാലം ആ പെണ്ണിന്റെ ഉള്ളിൽ ആ വേദന അങ്ങനെ തന്നെ നിലനിൽക്കില്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞത് ഏതെങ്കിലും കാര്യത്തിന് ആരെങ്കിലും മാറ്റി നിർത്തിയിട്ട് മതം പറഞ്ഞതല്ല, ബുദ്ധിപരമായിട്ട് മതം പറഞ്ഞതാണ്. അതിനെയാണ് അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും പല ആളുകളും ചോദ്യം ചെയ്യാറുള്ളത്. കൃത്യമായി മനസ്സിലാക്കുക, ഇസ്ലാമിക നിയമപ്രകാരം മയ്യിത്ത് നിസ്കാരത്തിന്റെ ബാധ്യത ആണുങ്ങളെ നിങ്ങളുടെ മേലുള്ള ബാധ്യതയാണ്. ആ ബാധ്യത നിങ്ങൾ നിസ്കരിച്ചാലേ വീടൂ. പെണ്ണുങ്ങൾ നിസ്കരിച്ചാൽ അവര് നിസ്കരിച്ചല്ലോ അടക്കിക്കളയാമെന്ന് വിചാരിക്കല്ലേ. അങ്ങനെ വിചാരം വേണ്ട. ആണുങ്ങൾ നിസ്കരിച്ചാലല്ലാതെ ആ ബാധ്യത വീടുക തന്നെ ഇല്ല. പള്ളിയിലേക്ക് ജനാസ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഇമാമത്തുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഗൗരവമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് ഇമാമ് നിൽക്കുക? ആരാണ് ഇമാമ് നിൽക്കുക? മയ്യിത്തുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ ഉണ്ടെങ്കിലും പരിശുദ്ധമായ ദീനിന്റെ ഖാഇദകളിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ദീനിൽ അറിവുള്ള ആളുകളെ മുന്തിക്കുക എന്നുള്ളത് അദബാണ്. അറിവുള്ള ആളുകൾ, ആദരിക്കപ്പെടുന്ന ആളുകൾ, അവരെ മുന്തിക്കുക എന്നുള്ളത് അദബാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ലാത്ത ഒരാൾ, ജമാഅത്ത് നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നറിയാത്ത ഒരാൾ, പിറകിലുള്ള മഅ്മൂമുകളെ എങ്ങനെ പരിഗണിക്കണം എന്നറിയാത്ത ഒരാൾ, അയാളെ ആ പ്രഷറിന്റെ സമയത്ത്, ആ മയ്യിത്തുമായി ബന്ധമുള്ള സങ്കടം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് ഉന്തിത്തള്ളി മയ്യിത്തിന്റെ മുന്നിലേക്ക് നിൽക്കാൻ തള്ളിവിടുന്ന ഒരു ശൈലിയുണ്ട്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു മകനുണ്ട്. ഉമർ, സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ചരിത്രം ഒന്ന് മറിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാര നടന്ന മകൻ, അറിവുള്ള മകൻ, മുത്തബിഉസ് സുന്ന. അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തോ അതിനെ ചാണോട് ചാണ് പിന്തുടർന്ന ഒരു പുന്നാര മകൻ ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. എല്ലാ നിലയിലും അറിവുള്ള മഹാൻ, എല്ലാ നിലയിലും പാണ്ഡിത്യമുള്ള മഹാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമായപ്പോ മകനോട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട അബ്ദുല്ലാ, ഉപ്പ മരണപ്പെടുകയാണ്. ഉപ്പാന്റെ ജനാസയ്ക്ക് ഇമാമ നിൽക്കേണ്ടത് ആരാന്നറിയോ? സുഹൈബ് എന്നവർ റോമക്കാരനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കുടുംബമാണോ? കുടുംബമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പിന്നെന്തുകൊണ്ട്? അല്ലാഹു തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മഹാനാണ് സുഹൈബ്. സുഹൈബാണ് എന്റെ ജനാസയ്ക്ക് മുന്നിൽ നിന്ന് നിസ്കരിക്കേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ്. അദ്ദേഹത്തിന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അബ്ദുല്ലാ, മോനെ അബ്ദുല്ലാ, എല്ലാം തികഞ്ഞ മകനോടാണ് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഓ പ്രിയപ്പെട്ട മോനെ സുഹൈബ്, മഹാനരായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു എന്റെ ജനാസയുടെ മുന്നിൽ നിന്ന് നിസ്കരിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്താണ്. ഇങ്ങനെ എത്ര എണ്ണം പറയാനുണ്ട്. ചരിത്രത്തിൽ എത്രയോ വിശാലമായി പറയാനുണ്ട്. ആലോചിച്ചു നോക്കൂ. വാപ്പയുടെ ജനാസ കൊണ്ടുവച്ചു, അതിന്റെ മുമ്പിൽ അറിവുള്ള ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു. അതിന്റെ പിന്നിൽ എത്ര ധൈര്യമായി നമുക്ക് കൈകെട്ടാൻ പറ്റും. നേരെ മറിച്ച് അന്ന് വരെ ഇമാമത്ത് നിന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ അന്നരത്തെ എല്ലാ വിഷമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ആ പ്രയാസത്തിന്റെ ഇടയിൽ വാപ്പയുടെ ജനാസയുടെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. രണ്ടാമത്, ഈ മയ്യിത്തിന് നമ്മൾ കൊടുക്കുന്ന വലിയൊരു സമ്മാനമാണ് നമ്മുടെ നിസ്കാരം. ആ നിസ്കാരം എത്രയാണ് തെറ്റുന്നത്? ഈ പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പമാരുടെ ജനാസ, ഉമ്മമാരുടെ ജനാസയ്ക്ക് കൊടുക്കുന്ന അവസാനത്തെ നിസ്കാരം പോലും തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളില്ലേ? തക്ബീറുകൾ കിട്ടാത്ത സാഹചര്യങ്ങളില്ലേ? അധികരിച്ചു പോയ സാഹചര്യങ്ങളില്ലേ? ആത്മാർത്ഥതയ്ക്കാണെങ്കിൽ പിന്നിൽ നിന്ന് നിസ്കരിച്ചാലും ആത്മാർത്ഥത ഉണ്ടാകും. ഇനി ഉസ്താദുമാർക്ക് കൈമടക്ക് കൊടുക്കാനാണ്
കാണാനാണ് പ്രശ്നമെങ്കിൽ ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ നൽകുന്ന എന്തെങ്കിലും ഒരു കൈമടക്ക് കൊണ്ടാണോ ഈ കാലം അത്രയും ഏതെങ്കിലും ഒരു ആലിമ ജീവിച്ചിരുന്നിട്ടുള്ളത്? എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങളൊന്നും തന്നില്ലെങ്കിലും പ്രശ്നമില്ല, മയ്യിത്തിന് കൊടുക്കുന്ന അവസാനത്തെ നിസ്കാരത്തിൽ വെള്ളം ചേർക്കരുത്. ആ നിസ്കാരം നഷ്ടപ്പെടുത്തരുത്, നശിപ്പിച്ചു കളയരുത്. ജനാസയെ മുമ്പിൽ കടത്തിയിട്ട് അറിവില്ലായ്മ കാണിക്കരുത്. അതിനോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മയ്യിത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തുറന്നു പറയാണ്, അറിവുള്ള മനുഷ്യർ നിങ്ങളുടെ കുടുംബത്തിൽ ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക, അവരെ നിർത്തൂ. ഒരു വാപ്പയ്ക്കും കിട്ടേണ്ട നിസ്കാരം നഷ്ടപ്പെടരുത്, ഒരു ഉമ്മയ്ക്കും കിട്ടേണ്ട ജനാസയ്ക്ക് കിട്ടേണ്ട വലിയ പ്രാർത്ഥന അത് നഷ്ടപ്പെടരുത്. ഇമാമത്ത് കുട്ടിക്കളിയല്ല എന്നുകൂടി മനസ്സിലാക്കുക. അത്ര വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇമാമത്ത് എന്ന് പറയുന്നത്. അറിവില്ലായ്മ കൊണ്ടത് നശിപ്പിച്ചു കളയരുത് എന്നുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അമലുകൾ അറിഞ്ഞു ചെയ്യുക. ചില സാഹചര്യങ്ങളിൽ അങ്ങനെയാണ്. ചിലപ്പോ അടുത്ത ബന്ധുക്കളാകണം എന്നില്ല. ഉദാഹരണത്തിന് മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ ആരാണ് ദിക്ർ ചൊല്ലി കൊടുക്കേണ്ടത്? ഫിഖ്ഹിന്റെ കിതാബുകൾ മറിച്ചു നോക്കൂ. ഉറ്റ ബന്ധുക്കളോ അല്ലെങ്കിൽ മക്കളോ അയാളുടെ അനന്തരാവകാശികളോ ദിക്ർ ചൊല്ലി കൊടുക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് മക്കൾ ദിക്ർ ചൊല്ലി കൊടുക്കരുതെന്ന് പറയുന്നത്? രോഗിയായി കിടക്കുന്ന മനുഷ്യന് തോന്നിപ്പോകും, ഞാൻ മരിച്ചിട്ട് എന്റെ സ്വത്തൊക്കെ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ എനിക്ക് ദിക്ർ ചൊല്ലിത്തരുകയാണെന്ന്. അങ്ങനെ ഒരു ചിന്ത പോലും ജനാസയ്ക്ക് വരരുത്, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ആളിന് വരരുത് എന്നതുകൊണ്ടാണ് അവിടെ ഫുഖഹാ പറഞ്ഞത് ആ ദിക്ർ ചൊല്ലി കൊടുക്കുന്ന ദൗത്യം മറ്റൊരാളെ ഏൽപ്പിക്കുക. ഇതുപോലെ എല്ലാത്തിനും ഉറ്റബന്ധുക്കളല്ല, എന്നാൽ മയ്യിത്ത് കൈകാര്യം ചെയ്യുന്ന കുളിപ്പിക്കുന്ന സമയത്ത് ഈ ഉറ്റബന്ധുക്കളെ അവിടെ ആവശ്യമുണ്ട്. ഇങ്ങനെ ഓരോന്നും വേർതിരിച്ച് കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ഒരു ചിന്തയോ പാകപ്പിഴവുകളോ കൊണ്ട് ഒരു മനുഷ്യന് ദുനിയാവിൽ നിന്ന് അവസാനം ലഭിക്കുന്ന വലിയ സൽക്കർമ്മങ്ങളിൽ ഒന്ന് അറിവില്ലായ്മ കൊണ്ട് നശിപ്പിച്ചു കളയരുത് എന്ന് എല്ലാവരോടും നമുക്കറിയുന്നവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കാം. ദീനിന്റെ നിയമം ഇങ്ങനെയാണ്. അല്ലാഹു തആല അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.